എഡ്യു ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 ജൂൺ സൈക്കിൾ നടത്തിയ നെറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ വീഡിയോസിൽ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഇതിന് മുമ്പത്തെ വീഡിയോസിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് അനലൈസ് ചെയ്തത്. അത് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് നെറ്റ് റാപ്പ് റിവിഷൻ എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അനലൈസ് ചെയ്യാനായിട്ട് പോകുന്ന ഡേറ്റ ഇൻ്റർപ്രിട്ടേഷനിലെയും അതുപോലെ തന്നെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലെയും ക്വസ്റ്റ്യൻസ് ആണ്. First question, the following table shows the number of items sold by 5 persons A to E on 5 different days, month to Friday. Some data is missing in the table that you are expected to calculate if required. Based on the data in the table, answer the questions that follow. അതായത് 5 പേഴ്സൺസ്, അതായത് ABCDE എന്ന് പറയുന്ന 5 പേഴ്സൺസ് മൺഡേ മുതൽ വെള്ളി വരെ അവരവരുടെ ഐറ്റംസ് വിറ്റതിൻ്റെ ആ ഒരു നമ്പറാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതായത് നമ്മൾ ഇതിൻ്റെ അകത്ത് ഡേറ്റകൾ മിസ്സിങ് ആണ്. അപ്പോൾ നമ്മൾക്കത് ആവശ്യമെങ്കിൽ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. സോ ഈ ഒരു ഡേറ്റനെ വെച്ചിട്ടാണ് നമ്മൾ ഇനി താഴെയുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്യേണ്ടത്. സോ മൺഡേയിൽ എ 840, ട്യൂസ്ഡേ 720, വെനസ്ഡേ 560, തേഴ്സ്ഡേ 1080, ഫ്രൈഡേ തന്നിട്ടില്ല. ഇനി പേഴ്സൺ ബി 880 മൺഡേയിൽ, ട്യൂസ്ഡേ തന്നിട്ടില്ല, വെനസ്ഡേ 480, തേഴ്സ്ഡേ 1020, ഫ്രൈഡേ 920. ഇനി സി മൺഡേ 480, ട്യൂസ്ഡേ 1040, വെനസ്ഡേ 820, തേഴ്സ്ഡേ തന്നിട്ടില്ല, ഫ്രൈഡേ 700. ഡി മൺഡേ തന്നിട്ടില്ല, ട്യൂസ്ഡേ 420, വെനസ്ഡേ 850, തേഴ്സ്ഡേ 1260, ഫ്രൈഡേ 1020. ഇനി ഈ മൺഡേ 560, ട്യൂസ്ഡേ 820, വെനസ്ഡേ തന്നിട്ടില്ല, തേഴ്സ്ഡേ 320, ഫ്രൈഡേ 800. ഇതാണ് നമ്മുടെ ഡേറ്റ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, if the total number of items sold by A and B on all the 5 days is 4000 and 4400 respectively, then the number of items sold by B on Tuesday is dash percentage more than the number of items sold by A on Friday. അതായത് എയും ബിയും കൂടെ ഈ 5 ഡേയ്സ് കൊണ്ട് ടോട്ടൽ സോൾഡ് ചെയ്ത് എന്ന് പറയേണ്ടത് 400 4000 ആണെങ്കിൽ, ട്യൂസ്ഡേ അതായത് ബി എന്ന വ്യക്തി ട്യൂസ്ഡേ സോൾഡ് ചെയ്ത ഐറ്റം അത് എത്ര പെർസെൻറ്റേജ് കൂടുതലാണ് എ എന്ന് പറയുന്ന വ്യക്തി ഫ്രൈഡേയിൽ സോൾഡ് ചെയ്ത ഐറ്റത്തെക്കാളും. അതായത് നമുക്കിവിടെ ടോട്ടൽ തന്നിട്ടുണ്ട്. അതായത് എ വിറ്റയും ബി വിറ്റയും ഐറ്റത്തിൻ്റെ ടോട്ടൽ നമ്പേഴ്സ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചൊവ്വാഴ്ച ബി വിറ്റ ഐറ്റം എത്ര പെർസെൻറ്റേജ് കൂടുതലാണ് വെള്ളിയാഴ്ച എ വിറ്റ ഐറ്റം എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ ഇതൊക്കെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യനാണ്. ഇവിടെ നമ്മൾ ആ മിസ്സിങ് പോർഷൻ നമ്മളൊന്ന് കണ്ടുപിടിക്കണം എന്നുള്ളത് മാത്രമാണ് എക്സ്ട്രാ ആയിട്ട് നമുക്ക് വരുന്ന ഒരു വർക്ക് എന്ന് പറയുന്നത്. സോ 37.5, 23.5, 32.25, 42.5 എന്നിവയാണ് ഇവിടെ ഓപ്ഷൻ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രൈഡേയിൽ എ വിറ്റ ഐറ്റത്തിൻ്റെ നമ്പറാണ്. അപ്പോൾ നമുക്ക് ഫ്രൈഡേയിൽ ടോട്ടൽ 4000 തന്നിട്ടുണ്ട്. എയുടെ മാത്രം കണ്ടുപിടിച്ചാൽ മതി. ബി സി ഡി ഇ എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. സോ 4000 മൈനസ് ബി സി ഡി ഇ എന്ന് പറയണതായിരിക്കുമല്ലോ എയിൽ. സോ 4000 മൈനസ് 840 പ്ലസ് 720 പ്ലസ് 560 പ്ലസ് 1080 ഈസിക്കൽ ടു 4000 മൈനസ് 3200 ഈസിക്കൽ ടു 800. അതായത് വെള്ളിയാഴ്ച എ സോൾഡ് ചെയ്ത ഐറ്റം എന്ന് പറയുന്നത് 800 ആണ്. ഇനി ഇതുപോലെ തന്നെ ചൊവ്വാഴ്ച ബി വിറ്റായിട്ട് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. 4400 മൈനസ് 880 പ്ലസ് 480 പ്ലസ് 1020 പ്ലസ് 920 ഈസിക്കൽ ടു 4400 മൈനസ് 3300 ഈസിക്കൽ ടു 1100. ഇനി നമ്മുടെ എത്ര പെർസെൻറ്റേജ് കൂടുതലാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ 1100 മൈനസ് 800 ഡിവൈഡ് ബൈ 800 ഇൻറ്റു 100 ഈസിക്കൽ ടു 37.5. ഓപ്ഷൻ 1 ആണ് ആൻസർ. Next question, if the ratio of the number of items sold by B and C together on Thursday to the number of items sold by C and E together on the same day is 2:1, then the number of items sold by C on Thursday is. അതായത് തേഴ്സ്ഡേ ബിയും സിയും കൂടെ സോൾഡ് ചെയ്ത ഐറ്റത്തിൻ്റെ റേഷ്യോ ഈസ് ടു സിയും ഇയും കൂടെ സോൾഡ് ചെയ്ത ഐറ്റത്തിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആണ്. അതായത് ബി ആൻഡ് സി എന്ന് പറയുന്നത് 2ഉം സി ആൻഡ് ഡി എന്ന് പറയുന്നത് 1ഉം ആണ്. അങ്ങനെയാണെങ്കിൽ ആ വ്യാഴാഴ്ച സി
വിറ്റ നമ്പർ ഓഫ് ഐറ്റം എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇവിടുത്തെ രസകരമായ ഫാക്റ്റ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ബി നമുക്ക് തന്നിട്ടുണ്ട് 1020, സി നമുക്ക് തന്നിട്ടില്ല, ഇ നമുക്ക് 320 തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ സിയുടെ വാല്യൂ ഇവിടെ കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്കിവിടെ ഓപ്ഷനിൽ 300, 420, 380, 340 എന്നിവയാണ് തന്നിരിക്കുന്നത്. നമുക്കിവിടെ 1020 പ്ലസ് സി ഈസ് സി പ്ലസ് 320 എന്ന് പറയുന്നത് 2:1 ആണ്. അപ്പോൾ നമ്മളത് 1020 പ്ലസ് സി ഡിവൈഡ് ബൈ സി പ്ലസ് 320 ഈസിക്കൽ ടു 2/1 എന്ന് എഴുതി. ഇനി നമ്മൾ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 1 ഇൻറ്റു 1020 പ്ലസ് സി ഈസിക്കൽ ടു 2 ഇൻറ്റു സി പ്ലസ് 320 എന്നുള്ളത്. അപ്പം നമുക്ക് ഇവിടെ 1020 പ്ലസ് സി ഈസിക്കൽ ടു 2c പ്ലസ് 640 എന്ന് കിട്ടും. അതായത് 320 ഇൻറ്റു 640 എന്ന് കിട്ടും. ഇനി നമ്മൾ സീനെ എല്ലാം ഒരു വശത്തേക്കാക്കി ബാക്കി നമ്പേഴ്സിന് ഒരു വശത്താക്കുകയും ചെയ്തു. അതായത് 2c മൈനസ് സി ഈസിക്കൽ ടു 1020 മൈനസ് 640 എന്ന് കിട്ടും. ദാറ്റ് മീൻസ് സി ഈസിക്കൽ ടു 380 എന്ന് നമുക്ക് കിട്ടും. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്. അതായത് ഒന്നുമില്ല, നമ്മൾ ആ സി അതുപോലെ തന്നെ എടുത്തിട്ട് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് സിയുടെ വാല്യൂ കിട്ടി. അത്രയേ ഉള്ളൂ. നമ്മൾ ഇതിൻ്റെ അകത്ത് ഭയങ്കര ക്വസ്റ്റ്യൻ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഇച്ചിരി ടെൻഷൻ ആവുമെങ്കിലും ഇത് ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ് സോൾഡ് ബൈ എ ഓൺ ഓൾ ദ 5 days 3600, then the difference between the number of items sold by A on Monday and Friday is. അതായത് ഈ 5 ദിവസവും കൂടി എ വിറ്റഴിച്ച സാധനങ്ങൾ എന്ന് പറയുന്നത് 3600 അങ്ങനെയാണെങ്കിൽ എ മൺഡേ ഫ്രൈഡേയും കൂടെ വിറ്റഴിച്ച സാധനങ്ങളുടെ തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 640, 450, 440 എന്നിങ്ങനെയാണ് നമുക്ക് ഓപ്ഷൻ തന്നിരിക്കുന്നത്. അപ്പം ഇവിടെ നമുക്ക് ഫ്രൈഡേയിൽ എത്ര ഐറ്റം സോൾഡ് ചെയ്തു എന്നറിയത്തില്ല. പക്ഷെ ടോട്ടൽ എ സോൾഡ് ചെയ്ത ഐറ്റം എന്ന് പറയുന്നത് 3600 അറിയാം. സോ അവിടെ ഫ്രൈഡേ മാത്രമാണ് ഇല്ലാത്തത്. അപ്പോൾ അതുകൊണ്ട് ഈ 3600 നിന്ന് ബാക്കിയുള്ളതെല്ലാം കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഫ്രൈഡേയിൽ വിറ്റഴിച്ച ഐറ്റങ്ങൾ കിട്ടും. അതായത് 3600 മൈനസ് 840 പ്ലസ് 720 പ്ലസ് 560 പ്ലസ് 1050 ഈസിക്കൽ ടു 3600 മൈനസ് 3200 ഈസിക്കൽ ടു 400 എന്ന് കിട്ടും. അപ്പം ഫ്രൈഡേ എ വിറ്റഴിച്ച ഐറ്റം എന്ന് പറയുന്നത് 400. ഇനി മൺഡേയും ഫ്രൈഡേയും തമ്മിലുള്ള വ്യത്യാസമാണ് കാണേണ്ടത്. മൺഡേയിൽ വിറ്റഴിച്ച ഐറ്റം എന്ന് പറയുന്നത് 840. സോ 840 മൈനസ് 400 ഈസിക്കൽ ടു 440. ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദ ആവറേജ് നമ്പർ ഓഫ് ഐറ്റംസ് സോൾഡ് ബൈ ഡി ഓൺ മൺഡേ ആൻഡ് ട്യൂസ്ഡേ ഈസ് 490, then the number of items sold by E on Friday is %% more than the number of items sold by D on Monday. അതായത് ഡി മൺഡേയും ട്യൂസ്ഡേയും കൂടെ സോൾഡ് ചെയ്ത ഐറ്റത്തിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് 490. അങ്ങനെയെങ്കിൽ വെള്ളിയാഴ്ച ഈ സോൾഡ് ചെയ്ത ഐറ്റം എന്ന് പറയുന്നത് ഡി മൺഡേയിൽ സോൾഡ് ചെയ്ത ഐറ്റത്തെ വെച്ച് നോക്കുമ്പോൾ എത്ര % കൂടുതൽ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇവിടെ പെർസെൻറ്റേജ് ഇൻക്രീസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. 39.76, 42.86, 48.23, 45 എന്നിവയാണ് ഇവിടെ തന്നിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഡി ട്യൂസ്ഡേയിൽ 420 ഐറ്റമാണ് സോൾഡ് ചെയ്തതെന്നറിയാം. പക്ഷെ മൺഡേയിലെ അറിയത്തില്ല. പക്ഷേ ഇത് രണ്ടും തമ്മിലുള്ള ആവറേജ് വാല്യൂ നമുക്കറിയാം. സോ ആ ആവറേജിൽ നിന്ന് ആദ്യം നമ്മൾ മൺഡേ വിറ്റഴിച്ച ഐറ്റം എന്തോരമാണെന്ന് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. സോ നമ്പർ ഓഫ് ഐറ്റം സോൾഡ് ബൈ ഡി ഓൺ മൺഡേ ഈസ് എക്സ് പ്ലസ്, അതായത് നമ്മൾ അറിയില്ലാത്ത വാല്യൂ എക്സ് ആയിട്ട് എടുത്തു, പ്ലസ് 420 ഡിവൈഡ് ബൈ 2 ഈസിക്കൽ ടു 490. അതായത് മൺഡേയിൽ വിറ്റഴിച്ച ഐറ്റം നമ്മൾ എക്സ് ആയിട്ട് എടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഈ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. സോ എക്സ് പ്ലസ് 420 ഈസിക്കൽ ടു 490 ഇൻറ്റു 2 എന്ന് വരും. അപ്പോൾ എക്സ് ഈസിക്കൽ ടു 980 മൈനസ് 420 ഈസിക്കൽ ടു 560 കിട്ടി. അപ്പം നമുക്ക് ഡിയുടെ വാല്യൂ, അതായത് മൺഡേയിൽ ഡി എന്തോരം വിറ്റഴിച്ചു എന്നുള്ള വാല്യൂ കിട്ടി. ഇനി നമ്മളോട് പെർസെൻറ്റേജ് ഇൻക്രീസ് ആണ് ചോദിച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ചത്തെ ഈ ഐറ്റം, അതായത് ഈ ഐറ്റം വെള്ളിയാഴ്ച വിറ്റ് ചെയ്തത് ഡി മൺഡേയിൽ വിറ്റ് ചെയ്തതിനെ വെച്ച് നോക്കുമ്പോൾ എത്ര കൂടുതലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം വെള്ളിയാഴ്ച ഈ വിറ്റഴിച്ച ഐറ്റം എന്ന് പറയണത് 800 ആണ്.
സോ 800 മൈനസ് 560 ഡിവൈഡ് ബൈ 560 ഇൻറ്റു 100 ഇസ് ഈക്വൽ ടു 42.86 എന്ന് കിട്ടും. ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ 2 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദ നമ്പർ ഓഫ് ഐറ്റംസ് സോൾഡ് ബൈ സി ഓൺ തേഴ്സ്ഡേ ഇസ് ദ ആവറേജ് ഓഫ് ദ നമ്പർ ഓഫ് ഐറ്റംസ് സോൾഡ് ബൈ സി ഓൺ വെനസ്ഡേ ആൻഡ് ഫ്രൈഡേ, ദെൻ ദ ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ് സോൾഡ് ബൈ സി ഓൺ ഓൾ ദ 5 days. അതായത് സി തേഴ്സ്ഡേ സോൾഡ് ചെയ്ത ഐറ്റം എന്ന് പറയണത്, ഐറ്റത്തിൻ്റെ നമ്പർ എന്ന് പറയണത് സി വെനസ്ഡേ ഫ്രൈഡേയും സോൾഡ് ചെയ്ത നമ്പർ ഓഫ് ഐറ്റത്തിൻ്റെ ആവറേജ് ആണ്. അങ്ങനെയാണെങ്കിൽ 5 ദിവസവും കൂടി അതായത് ടോട്ടൽ സി സോൾഡ് ചെയ്ത ഐറ്റം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 3500, 3800, 3400, 3700 എന്നിങ്ങനെയാണ് നമുക്ക് ഓപ്ഷൻ തന്നിരിക്കുന്നത്. നമുക്കിവിടെ തേഴ്സ്ഡേയിൽ സിയുടെ സോൾഡ് ചെയ്ത ഐറ്റത്തിൻ്റെ നമ്പർ മാത്രമാണ് അറിയില്ലാത്തത്. അതിവിടെ പറഞ്ഞിട്ടുണ്ട്. വെനസ്ഡേയും ഫ്രൈഡേയും കൂടെ സോൾഡ് ചെയ്ത ഐറ്റത്തിൻ്റെ ആവറേജ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടുപിടിച്ചിട്ട് ബാക്കിയെല്ലാം കൂടെ നമ്മൾ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. സോ നമ്പർ ഓഫ് ഐറ്റംസ് സോൾഡ് ബൈ സി ഓൺ തേഴ്സ്ഡേ ഇസ് ഈക്വൽ ടു 820 പ്ലസ് 700 ഡിവൈഡ് ബൈ 2 ഇസ് ഈക്വൽ ടു 1520 ഡിവൈഡ് ബൈ 2 ഇസ് ഈക്വൽ ടു 760 കിട്ടി. അതായത് നമുക്ക് തേഴ്സ്ഡേയിലെ 760 കിട്ടി. അതായത് വെനസ്ഡേയുടെ ഫ്രൈഡേയുടെ ആവറേജ് ആണ് തേഴ്സ്ഡേ സി സോൾഡ് ചെയ്ത ഐറ്റം. അത് നമുക്ക് 760 കിട്ടി. ഇനി ടോട്ടൽ ഐറ്റം സോൾഡ് ബൈ സി എന്ന് പറയുന്നത് 820 പ്ലസ് 700 പ്ലസ് 760 പ്ലസ് 1040 പ്ലസ് 480 ഈക്വൽ ടു 3800 എന്ന് കിട്ടും. ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ 2 ആണ്. സോ നമ്മൾ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷനിലെ 5 ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയത്. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്ന ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലെ 5 ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ദ ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1 ICT അല്ലെങ്കിൽ ടൂൾസ് ആണ്. ലിസ്റ്റ് 2 ഫങ്ഷൻസും ആണ്. പാർട്ട്ലെറ്റ്, റൂബ്രിക്സ്, ക്യുസ്ലെറ്റ്, മെൻറ്റിമീറ്റർ എന്നിവയാണ് തന്നിരിക്കുന്നത്. ക്രൈറ്റീരിയ ബേസ്ഡ് അസസ്മെൻറ്റ് ആൻഡ് ഫീഡ്ബാക്ക്, കൊളാബറേറ്റീവ് ഡിജിറ്റൽ ബുള്ളറ്റിൻ ബോർഡ്, റിയൽ ടൈം ഓഡിയൻസ് റെസ്പോൺസ് ആൻഡ് പോളിംഗ്, ഇൻട്രാക്റ്റീവ് ഫ്ലാഷ് കാർഡ് ആൻഡ് സ്റ്റഡി സെറ്റ്സ്. ഇതാണ് തന്നിരിക്കുന്നത്. അസസ്മെൻറ്റ് ഫീഡ്ബാക്ക് ക്രൈറ്റീരിയ ബേസ്ഡ് ആണ്. ഒരു കൊളാബറേറ്റീവ് ആയിട്ട് ഡിജിറ്റൽ ബുള്ളറ്റിൻ ബോർഡാണ്. റിയൽ ടൈം ഓഡിയൻസ് റെസ്പോൺസ് പോളിംഗ് നോക്കാനായിട്ട് പറ്റും. ഇൻട്രാക്റ്റീവ് ഫ്ലാഷ് കാർഡ്സ് ആൻഡ് സ്റ്റഡി സെറ്റ്സ്. ആൻസർ വരുന്ന ഓപ്ഷൻ 2 ആണ്. പാർട്ട്ലെറ്റ് കൊളാബറേറ്റീവ് ഡിജിറ്റൽ ബുള്ളറ്റിൻ ബോർഡാണ്. റൂബ്രിക്സ് ക്രൈറ്റീരിയ ബേസ്ഡ് അസസ്മെൻറ്റ് ആൻഡ് ഫീഡ്ബാക്ക് ആണ്. ക്യുസ്ലെറ്റ് ഇൻട്രാക്റ്റീവ് ഫ്ലാഷ് കാർഡ് ആൻഡ് സ്റ്റഡി സെറ്റ്സ് ആണ്. മെൻറ്റിമീറ്റർ റിയൽ ടൈം ഓഡിയൻസ് റെസ്പോൺസ് ആൻഡ് പോളിംഗ് ആണ്. പാർട്ട്ലെറ്റ് എന്ന് പറയുന്നത് ഒരു ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. ഇതൊരു വെർച്വൽ ബുള്ളറ്റിൻ ബോർഡാണ്. അത് നമ്മുടെ ബുള്ളറ്റിൻ ബോർഡ് നമുക്ക് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാമോ അതേ രീതിയിൽ തന്നെ നമുക്കിവിടെ ഇമേജസും വീഡിയോസും ഒക്കെ നമുക്കിവിടെ പോസ്റ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ കണ്ടൻറ്റ് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ക്യുസ്ലെറ്റ് എന്ന് പറയുന്നതും ഒരു ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമാണ്. ഫ്ലാഷ് കാർഡ്സ് ക്രിയേറ്റ് ചെയ്യാനും സ്റ്റഡി ചെയ്യാനും ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യാനും അതുപോലെ തന്നെ ലേണിംഗ് ഗെയിംസ് ഒക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. അതായത് നമ്മൾക്ക് ഫാക്ട്സുകൾ മെമ്മറൈസ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. അതായത് നമ്മൾ കാര്യങ്ങൾ നമുക്ക് നന്നായിട്ട് മെമ്മറൈസ് ചെയ്യിപ്പിക്കുക, നമ്മുടെ സ്റ്റഡി ലേണിങ്ങിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. മെൻറ്റിമീറ്റർ ഇൻട്രാക്റ്റീവ് ക്രിയേറ്റീവ് പ്രസൻറ്റേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആപ്പാണ്. ഇതിൻ്റെ അകത്ത് ലൈവ് പോൾസും ക്വിസസും ഒക്കെ ഉണ്ട്. അതായത് നമ്മുടെ ഓഡിയൻസിനെ ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. ഫീഡ്ബാക്ക് ഒക്കെ അസസ് ചെയ്യാനായിട്ട് വളരെ നല്ലൊരു ടൂളാണ് ഈ മെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. റൂബ്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ കുട്ടികളുടെ അസസ്മെൻ്റൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് റൂബ്രിക്സ് എന്ന് പറയുന്നത്. അതായത് ക്രൈറ്റീരിയനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇത് പോകുന്നത്. ഇതിനകത്ത് പല പല വിഭാഗങ്ങളുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ടീച്ചർ അസൈൻസ് എ വീഡിയോ ലെക്ചർ ഫോർ സ്റ്റുഡൻസ് ടു വാച്ച് അറ്റ് ഹോം ബിഫോർ കമ്മിങ് ടു ക്ലാസ്. നെക്സ്റ്റ് ഡേ ഇൻ ദ ക്ലാസ് ഷീ എൻഗേജസ് സ്റ്റുഡൻസ് ഇൻ ഹാൻഡ്സ് ഓൺ എക്സ്പെരിമെൻ്റൽ ആക്ടിവിറ്റീസ് വിച്ച് അപ്രോച്ച് ഷീ യൂസ്ഡ് ഇൻ ദി സിറ്റുവേഷൻ. അതായത് കുട്ടികൾക്ക് ടീച്ചർ ക്ലാസ്സിൽ വരുന്നതിന് മുമ്പ് തന്നെ കാണാനായിട്ടൊരു വീഡിയോ ലെക്ചർ അയച്ചു കൊടുത്തു. അതിനുശേഷം പിറ്റേ ദിവസം കുട്ടികളെ ഹാൻഡ്സ് ഓൺ എക്സ്പെരിമെൻ്റൽ ആക്ടിവിറ്റീസാണ് ചെയ്യിപ്പിച്ചത്. അതായത് റിയൽ ടൈമിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എക്സ്പീരിയൻസ് ഒക്കെയാണ് ചെയ്യിപ്പിച്ചത്. അപ്പോൾ ഇവിടെ ഏത് അപ്രോച്ചാണ് യൂസ് ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രോബ്ലം സോൾവിങ്, കൊളാബറേറ്റീവ് ലേണിംഗ്, ഫ്ലിപ്ഡ് ക്ലാസ് റൂം, പേഴ്സണലൈസ്ഡ് ലേണിംഗ്. ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ 3 ആണ്. ഫ്ലിപ്ഡ് ക്ലാസ് റൂമാണ്. അതായത് നമ്മുടെ ഇപ്പോഴത്തെ ക്ലാസ് റൂമിന് നേരെ ഓപ്പോസിറ്റാണ് ഫ്ലിപ്ഡ് ക്ലാസ് റൂം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത്, കുട്ടികൾക്ക് നമ്മൾ ലെക്ചറിങ് ക്ലാസ് കൊടുക്കുന്നു, അതിനുശേഷം ഹോംവർക്കുകൾ വീട്ടിലോട്ട് കൊടുത്തു വിടുകയാണ് ചെയ്യുന്നത്. ചാർട്ടുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇവിടെ നേരെ തിരിച്ചാണ്.
ഇത് ക്ലാസ്സിൽ പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് വീട്ടിലിരുന്ന് കുട്ടികൾക്ക് വീഡിയോ ആയിട്ട് അയച്ചു കൊടുക്കുന്നു, അവരത് കണ്ടിട്ട് വരുന്നു. അത് കഴിഞ്ഞിട്ട് ഹോംവർക്ക് പോലുള്ള അല്ലെങ്കിൽ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസുകളൊക്കെ ക്ലാസ്സിൽ വെച്ച് ചെയ്യിപ്പിക്കുന്നു. ഇത് ഫ്ലിപ്ഡ് ക്ലാസ് റൂമാണ്. പ്രോബ്ലം സോൾവിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതാണ്. കൊളാബറേറ്റീവ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പേര് കൂടി ചേർന്നിരുന്ന് ചെയ്യുന്നതാണ്. പേഴ്സണലൈസ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വലൈസ്ഡ് അറ്റൻഷൻ കൊടുത്തുകൊണ്ട് നമ്മൾ ക്ലാസ് എടുക്കുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ഫ്രം വൺ സിറ്റുവേഷൻ ടു അനദർ സിറ്റുവേഷൻ ദാറ്റ് ഈസ് കോൺഷ്യസ് ആൻഡ് എഫേർട്ട്ഫുൾ ഈസ് നോൺ ആസ്. അതായത് ഒരു സിറ്റുവേഷനിൽ നിന്ന് മറ്റൊരു സിറ്റുവേഷനിലോട്ട് നമ്മുടെ ലേണിംഗ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അത് കോൺഷ്യസ് ആണ്, എഫേർട്ട്ഫുൾ ആണ്. അതിന് എന്ത് പേര് വിളിക്കുകയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിയർ ട്രാൻസ്ഫർ, ഹൈറോ ട്രാൻസ്ഫർ, ലോറോ ട്രാൻസ്ഫർ, ഫാറ്റ് ട്രാൻസ്ഫർ. ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ 2 ആണ്, ഹൈറോ ട്രാൻസ്ഫർ ആണ്. നിയർ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ചൊരു കാര്യം അതുപോലെ തന്നെ സെയിം ആയിട്ട് വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ വീണ്ടും അപ്ലൈ ചെയ്യുന്നത്, അതുപോലെ ഏകദേശം സെയിം ആയിട്ടൊക്കെ വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ് നിയർ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. ഹൈറോ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ചൊരു കാര്യം വേറൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ് ഹൈറോ ട്രാൻസ്ഫർ. ഇത് കോൺഷ്യസ് ആയിട്ട് എഫേർട്ട്ഫുൾ ആയിട്ടൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് നമ്മൾ ഹൈറോ ട്രാൻസ്ഫർ എന്നാണ് വിളിക്കുന്നത്. ലോറോ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ അൺകോൺഷ്യസ് ആയിട്ട് നമ്മൾ നമ്മുടെ സ്കില്ലൊക്കെ അപ്ലൈ ചെയ്യുന്നതാണ് ലോറോ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു ലാപ്പ് ഉപയോഗിക്കുന്നു, വേറൊരു ലാപ്പ് നമ്മുടെ കയ്യിൽ കിട്ടിയാലും നമ്മളത് യൂസ് ചെയ്യും. നമുക്കങ്ങനെ ആ ഒരു ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ചെയ്തു പോകും. അതാണ് നമ്മൾ ലോറോ ട്രാൻസ്ഫർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫാറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ച ഒരു കാര്യത്തിൽ ഭയങ്കരമായിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യുകയൊക്കെ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫാറ്റ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ബിലീഫ് ദാറ്റ് വൺ ക്യാൻ മാസ്റ്റർ എ സിറ്റുവേഷൻ ആൻഡ് പ്രൊഡ്യൂസ് പോസിറ്റീവ് ഔട്ട്കം ഈസ് നോൺ ആസ്. അതായത് നമുക്കൊരു സിറ്റുവേഷനിൽ മാസ്റ്ററി നേടാനും അവിടെ നമുക്ക് നല്ലൊരു പോസിറ്റീവ് ഔട്ട്കം ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ള നമ്മുടെ ആ ബിലീഫിനെ നമ്മൾ എന്താണ് പറയുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. സെൽഫ് എഫിക്കസി, സെൽഫ് എസ്റ്റീം, സെൽഫ് ആക്ച്വലൈസേഷൻ, സെൽഫ് റെഗുലേഷൻ. ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ 1 ആണ്, സെൽഫ് എഫിക്കസിയാണ്. സെൽഫ് എഫിക്കസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം നന്നായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും, അത് നല്ല രീതിയിൽ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ, അല്ലെങ്കിൽ നമുക്കതിൻ്റെ അത് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാനും നല്ലൊരു ഔട്ട്കം ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മളെക്കൊണ്ട് പറ്റും എന്നുള്ള ആ ഒരു ആത്മവിശ്വാസത്തിനാണ് നമ്മൾ സെൽഫ് എഫിക്കസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെയുള്ള ആ ഒരു ബോധ്യമുണ്ടല്ലോ, അതിനാണ് നമ്മൾ സെൽഫ് എസ്റ്റീം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ ആ ഒരു ഇൻഡിവിജ്വൽ പൊട്ടൻഷ്യലിനെ പറ്റിയുള്ള റിയലൈസേഷൻ ഉണ്ടല്ലോ, അതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ അബ്രഹാം മാസ്ലോയുടെ സെൽഫ് ആക്ച്വലൈസേഷൻ. സെൽഫ് റെഗുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇമോഷൻസിനെയും തോട്ട്സിനെയും ഒക്കെ നമുക്ക് മാനേജ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടല്ലോ, അതിനാണ് സെൽഫ് റെഗുലേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമുക്കൊരു പുതിയ സിറ്റുവേഷനുമായിട്ട് അഡ്ജസ്റ്റ് ആകാനായിട്ടുള്ളതും അതുപോലെ തന്നെ സാഹചര്യങ്ങളിൽ അതനുസരിച്ച് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്ത് പ്രവർത്തിക്കാനുള്ളൊക്കെ ഒരു കഴിവുണ്ടല്ലോ. അങ്ങനെ നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാനുള്ളൊക്കെ ഉള്ളൊരു ഇതുണ്ടല്ലോ, അതിനാണ് നമ്മൾ സെൽഫ് റെഗുലേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഇമോഷൻസിനെയും തോട്ട്സിനെയും ഒക്കെ നമ്മളിവിടെ കൺട്രോൾ ചെയ്ത് നമ്മൾക്ക് നമ്മുടേതായ ആ ഒരു ഗോൾസ് ഒക്കെ നമ്മൾ നേടിയെടുക്കുകയാണ് സെൽഫ് റെഗുലേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Next question, a way of dealing with a conflict in which people express their feelings, ask for what they want, say no to things they don't want, and act in their own best interest is known as. അതായത് ഒരു കോൺഫ്ലിക്റ്റിൽ നമ്മൾ ഡീൽ ചെയ്ത് അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ പീപ്പിൾ അവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്നു, അവർക്ക് എന്താണ് വേണ്ടത് നമ്മൾ ചോദിക്കുന്നു, അവർക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളോട് അവർ നോ പറയുന്നു. അതായത് അവരവരുടെ ആ ഇൻട്രസ്റ്റ് അനുസരിച്ച് അവർ ആക്ട് ചെയ്യുവാണ്. ഇതിന് ഏത് സ്റ്റൈല് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അഗ്രസീവ് സ്റ്റൈല്, പാസീവ് സ്റ്റൈല്, അസേർട്ടീവ് സ്റ്റൈല്, മാനിപ്പുലേറ്റീവ് സ്റ്റൈല്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്, അസേർട്ടീവ് സ്റ്റൈലാണ്. അഗ്രസീവ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ തന്നെ നീഡ്സിനും നമ്മുടെ തന്നെ ഒപ്പീനിയൻസിനും മാത്രമായിട്ട് പ്രാധാന്യം കൊടുത്തു പോകുന്ന ആ ഒരു സ്റ്റൈലിനാണ് നമ്മൾ അഗ്രസീവ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ നമ്മുടെ മാത്രം ആ ഒരു കാര്യങ്ങളാണ് നോക്കുന്നത്, ബാക്കിയുള്ളവരെ നമ്മളിവിടെ ബ്ലെയിം ചെയ്യുകയാണ് ചെയ്യുന്നത്. അസേർട്ടീവ് സ്റ്റൈലിൽ വരുമ്പോഴേക്കും നമ്മൾ നമ്മുടെ നീഡ്സും തോട്ട്സും എല്ലാം പറയുന്നുണ്ടെങ്കിലും നമ്മൾ ബാക്കിയുള്ള പീപ്പിൾസിനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു നീഡ്സിനെയും അവരുടെ ബിഹേവിയേഴ്സിനെയും നമ്മളവിടെ റെസ്പെക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മാനിപ്പുലേറ്റീവ് സ്റ്റൈലിൽ നമ്മൾ ബാക്കിയുള്ളവരുടെ ഇമോഷൻസിനും ഒക്കെ പ്രാധാന്യം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് അതൊരു നെഗറ്റീവ് വേയിലാണ്. അതായത് നമ്മുടെ ആ ഒരു പേഴ്സണൽ അഡ്വാൻറ്റേജസിന് വേണ്ടി നമ്മൾ ട്രൂ ഇൻറ്റൻഷൻസ് ഹൈഡ് ചെയ്യുകയും അല്ലെങ്കിൽ അവരെ നമ്മൾ ഇമോഷണലി ആയിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്ത് നടത്തുന്നതാണ് ഈ മാനിപ്പുലേറ്റീവ് സ്റ്റൈൽ എന്ന് പറയുന്നത്.
പാസീവ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺഫ്ലിക്റ്റ് ഒക്കെ ഒഴിവാക്കാനായിട്ട് നമ്മൾ നമ്മുടെ ഫീലിങ്സും ഇമോഷൻസും നീഡ്സും ഒക്കെ ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട്, ഒപ്പീനിയൻസൊക്കെ. അതാണ് ഈ പാസീവ് സ്റ്റൈൽ എന്ന് പറയുന്നത്. സോ നമ്മൾ ഇന്നിവിടെ 10 ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും അനലൈസ് ചെയ്ത് ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. താങ്ക്